Hallelujah. 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 Praise the Lord. ദൈവത്തിന് മഹത്വം. Once again, God has given us a beautiful day to worship in the presence of the ഒരിക്കൽ Lord. കൂടെ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം I ക്രമീകരിച്ചിരിക്കുന്നു. want to greet everyone that's gathered here physically and those that are joining us online. I believe God is doing wonderful things in our life. ഇന്ന് ഇവിടെ ആയിരിക്കുന്നവരെയും അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ഞങ്ങളോടൊപ്പം ഈ സർവീസ് വാച്ച് ചെയ്യുന്നവരെയും ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. We had a wonderful service a couple of days ago as we came to the end of the year. നാം ഈ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വർഷാവസാന സർവീസ് നമുക്ക് ദൈവം തന്നു. And I believe God spoke to us that God wants to bring about a year of revival and restoration. ഉണർവിന്റെയും അതോടൊപ്പം തന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള വർഷം ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. Today I want to take it into that second part of that message that God is a God of restoration. ഞാൻ ആ ദൂതന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് പറയുവാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുകയാകുന്നു. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാകും. I want us to turn our Bibles to Psalm 71 verse 20 and 21. സങ്കീർത്തനം 71 അധ്യായത്തിന്റെ 20ഉം 21ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. You can read it in Malayalam. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. Hallelujah. Hallelujah. Oh, that you have made us see many troubles, many bitter. You will restore my life again, says the Lord. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. Every one of us has been through many challenges, pain in our life. നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വേദനയിലൂടെ എല്ലാം കടന്നുപോയി. And oftentimes when we go through that, we have a question, why Lord, why are we going through this kind of പല circumstance? സമയത്തും നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചോദ്യം, കർത്താവേ, എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ കടന്നു പോകണം? You see in the Bible is a story of mankind and God, where man was called to have rule and dominion over everything that God had created. തിരുവചനത്തിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചത് സകലത്തെയും അടക്കി വാഴുവാനായിട്ടായിരുന്നു. And then yet man sinned, and Adam and Eve, they fell from grace and they had to leave the garden. എങ്കിലും ആദമും ഹവ്വയും അവർ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് മാറി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിടവ് സംഭവിച്ചു. They rejected by what? They rejected God who had created them. They rejected the plans of God that God had for them because they wanted to have their own plans. ദൈവത്തെയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ദൈവം മെനഞ്ഞതായിട്ടുള്ള പദ്ധതികളെയും അവർ തിരസ്കരിച്ചു. കാരണം അവർ ആഗ്രഹിച്ചത് അവർക്ക് വേണമായിരുന്നതുകൊണ്ട്. But Christ made a way for you and me, all of us that had sinned. On the cross he made a way for us. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി എല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ്. And he reconciled us back to God. We who were distant from God, God is saying, I want to bring you back. I want to reconcile you back to God. എന്നാൽ ദൈവവുമായി ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിലുള്ള ആ മഹായാഗം നിമിത്തം കർത്താവ് നമ്മെ സമീപസ്ഥരാക്കിയിരിക്കുകയാണ്. And God is restored to us a glorious kingdom that Adam and Eve were part of. ആദമും ഹവയും ഭാഗമായിരുന്ന ഒരു തേജസ്സുള്ളതായിട്ടുള്ള ആ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാകുന്ന ദൈവം നമുക്ക് യഥാസ്ഥാനപ്പെടുത്തി തരികയും ചെയ്തു. God is not only a God of revival, God is also a God of restoration. ദൈവം ഉണർവിന്റെ ദൈവം മാത്രമല്ല, എന്നാൽ ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകും. One of the most beautiful parables in the Bible, or stories in the Bible, Jesus talked about was the story of the prodigal son. വളരെ മനോഹരമായിട്ടുള്ള വളരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കഥ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് മുടിയനായ പുത്രൻ നാം പറയുന്നതായിട്ടുള്ള ഉപമയാകും. He took half of the father's property, wealth, everything, went and destroyed everything in riotous living. പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ ഓഹരി മുഴുവനായിട്ട് താൻ ഉത്തരവാദിത്തമില്ലാതെ താൻ അത് നശിപ്പിക്കുകയാണ്. But while he was coming back to the father in repentance, എന്നാൽ അനുതപിച്ചുകൊണ്ട് ഈ പിതാവിന്റെ അടുക്കിലേക്ക് ആ മകൻ മടങ്ങി വരുമ്പോൾ, God being such a loving God is telling, the story goes, Jesus was telling the Pharisees, God said, bring the
the best robe, bring the ring, bring the fattened calf. Let us celebrate because my child has come back. എന്നാൽ ആ മകൻ വരുമ്പോൾ അവിടെ ആ പിതാവ് തന്റെ ദാസന്മാരോട് പറയുകയാകുന്നു, മേൽത്തരമായിട്ടുള്ള അങ്കി അവനെ ധരിപ്പിക്കുക, അവന്റെ മോതിരം അവന് നൽകുക, അവന്റെ ആ വരവിൽ അവർ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. Because God is a God of restoration. കാരണം ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകുന്നു. When God was speaking judgment upon the serpent and upon Adam and Eve in the Garden of Eden, ആ ഏദൻ തോട്ടത്തിൽ ആദാമിന് മേലും ഹവ്വയുടെ മേലും ആ പാമ്പിന്മേലും ദൈവം വിധിക്കുമ്പോൾ, at that time God even leaves a restoration prophecy inside the speaking of the judgment. ആ ന്യായവിധിയുടെ ഇടയിൽ പോലും യഥാസ്ഥാനപ്പെടുന്നതായിട്ടുള്ള ഒരു വാഗ്ദത്തം അവിടെ നൽകുകയാണ്. Where God is saying, all these things are going to happen, all these challenges and pain is going to bear, but the seed of the woman is going to crush the head of the serpent. അവിടെ ഈ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും, ഈ ന്യായവിധി പ്രകാരമുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിക്കും. എങ്കിൽ പോലും സ്ത്രീയുടേതായിട്ടുള്ള വിത്ത് അത് ഈ പാമ്പിന്റെ തലയെ തകർക്കുമെന്ന് അവിടെ പറയുകയാണ്. He prophesied about a coming savior, that one day God was going to restore all things. വരുവാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് അവിടെ പറയുകയാകുന്നു, ഒരു ദിവസം ഈ രക്ഷകൻ സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറയുകയാണ്. In the book of Joel chapter 2 25 and 26, യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ നാം കാണുന്നു. we all know the great outpouring prophecy where Joel prophesied, I will restore to you the years that the locusts have eaten away. ഇത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യങ്ങളാകുന്നു. യോവേൽ അവിടെ പ്രവചിക്കുകയാകുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കളെയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. I am going to restore back to you. ഞാനത് നിങ്ങൾക്ക് മടക്കി നൽകും. He's a God who wants to restore. ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാകുന്നു. He's a God who wants to pour back. ദൈവം മടക്കി നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാകുന്നു. Just like a loving father and mother wants to restore things when the children walk right, God wants to do the same thing. സ്വന്തം മക്കൾ ശരിയാം വിധം നടക്കുമ്പോൾ ഒരു സ്നേഹിക്കുന്ന അപ്പനും അമ്മയും എപ്രകാരം അവർക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ദൈവവും യഥാസ്ഥാനപ്പെടുത്തുവാൻ The ആഗ്രഹിക്കുന്നു. Bible says in verse 26, you shall eat in plenty and be satisfied. 26-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. You see, this is the heart of God. ഇതാകുന്നു ദൈവത്തിന്റെ ഹൃദയം. We need to know this heart of God. നാം ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. Because if we believe wrong, കാരണം നാം തെറ്റായി വിശ്വസിച്ചാൽ we will pray wrong. നാം പ്രാർത്ഥിക്കുന്നതും If we തെറ്റായിട്ടായിരിക്കും. pray wrong, നാം പ്രാർത്ഥിക്കുന്നത് തെറ്റായിട്ടാണെങ്കിൽ we will receive wrongly. നാം സ്വീകരിക്കുന്നതും നമുക്ക് ലഭിക്കുന്നതും And we തെറ്റായിട്ടായിരിക്കും. will live and we will every day we will walk in a wrong manner. ഓരോ ദിവസവും നാം ജീവിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും. So what is restoration? അങ്ങനെയെങ്കിൽ എന്താകുന്നു യഥാസ്ഥാനപ്പെടുത്തൽ? Restore is to literally to bring back and return and recover and put back together, to adjust everything back to order. യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നത് ചേർക്കുക, കൊണ്ടുവരിക, നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരിക, എല്ലാം ശരിയായിട്ടുള്ള ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്യുക എന്നുള്ളതാണ്. That is the heart of restoration. He wants to bring it back to godly order. അതാകുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള ഹൃദയം. അതിനെ എല്ലാറ്റിനെയും തിരിച്ച് ദൈവിക ക്രമത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. But some people wonder, how can God restore everything I lost back? എന്നാൽ ചില വ്യക്തികൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് നഷ്ടമായത് മുഴുവൻ എങ്ങനെ ദൈവത്തിന് പകരം നൽകുവാൻ കഴിയും? The Lord doesn't promise that everything we lost He will restore back in this life. ദൈവം ഒരിക്കലും ഇപ്രകാരം വാഗ്ദത്തം ചെയ്യുന്നില്ല, നമുക്ക് നഷ്ടമായത് മുഴുവൻ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ജീവിത സമയത്ത് തന്നെ മടക്കി നൽകുമെന്നുള്ളത്. But yet God reveals His heart is one of restoration. എങ്കിലും ദൈവം തന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയാകുന്നു, എന്റെ ഹൃദയം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാകുന്നു. When the apostles lost their life because of persecution, അപ്പോസ്തലന്മാർക്ക് അവരുടെ ജീവിതം ഈ പീഡനം നിമിത്തം, ഉപദ്രവം നിമിത്തം അവർക്ക് നഷ്ടമായപ്പോൾ they didn't get their life back. അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു ലഭിച്ചില്ല. Hebrews 11 says some got their life back, others waited for a better resurrection. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം പറയുന്നത്, ചിലർക്ക് അവരുടെ ജീവിതം തിരിച്ചു ലഭിച്ചു, എന്നാൽ മറ്റുള്ളവരോ മികച്ച ഒരു പുനരുദ്ധാനത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. God's heart of restoration is in this life or in the world to come. ദൈവത്തിൻ്റെതായിട്ടുള്ള യഥാസ്ഥാന
യഥാസ്ഥാനപ്പെടുത്തുന്ന ഹൃദയം എന്ന് പറയുന്നത് ഈ ലോകത്തിലാകട്ടെ വരുവാനിരിക്കുന്ന ലോകത്തിലാകട്ടെ അത് ശരി തന്നെയാകുന്നു. And that is not going to change. അതിൽ മാറ്റമൊന്നുമില്ല. What is this great heart of restoration? എന്താണ് ഈ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള ഈ വലിയ ഹൃദയം? I believe God wants everyone to experience it. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അത് അനുഭവിക്കണമെന്ന് ദൈവം I've ആഗ്രഹിക്കുന്നു. seen in my life God restored me many times. ഞാൻ എന്റെ ജീവിതത്തിലും അനുഭവിച്ചിട്ടുണ്ട്. ദൈവം എന്നെ അനേക സമയങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. So many things in our life that have been lost, God has restored. ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം മടക്കി നൽകിയിരിക്കുന്നു. Joy has gone many times, God has restored it. പല സമയത്തും സന്തോഷം നഷ്ടമായിരിക്കുന്നു, ദൈവം അത് പകരം നൽകിയിരിക്കുന്നു. Peace has gone many times, God has restored it. സമാധാനം പല സമയത്തും നഷ്ടമായിരിക്കുന്നു, ദൈവം അത് മടക്കി നൽകിയിരിക്കുന്നു. Love for people has gone many times, God has restored it. വ്യക്തികളോടുള്ള സ്നേഹം പലപ്പോഴും ഇല്ലാതായിരിക്കുന്നതിനാൽ ദൈവം അത് പകരം മടക്കി നൽകിയിരിക്കുന്നു. Oh, God is saying, I want to restore back to you. ദൈവം പറയുകയാകുന്നു, ഞാൻ നിങ്ങൾക്ക് മടക്കി നൽകുവാൻ ആഗ്രഹിക്കുന്നു. That is why one of the most powerful verses of the New Testament in Matthew's Gospel 6:33 goes like this. അതുകൊണ്ടാകുന്നു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിലെ വളരെ ശക്തമായിട്ടുള്ള പരിചിതമായിട്ടുള്ള വാക്യം ഇങ്ങനെ പറയുന്നത്: Seek first the kingdom of God and his righteousness. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. And all these things God is saying shall be added back unto you. ഈ വക അതോടൊപ്പം തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. There is power in seeking God's kingdom. ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നതിൽ വലിയ ശക്തിയുണ്ട്. The Bible says in Psalms, Israel sought the hand of God, but Moses sought the face of God. തിരുവചനം ഇങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ കരം അന്വേഷിച്ചു, എന്നാൽ മോശയോ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. God wants us to be a people that seeks the face of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ദൈവ മുഖം അന്വേഷിക്കുന്ന ജനമായി നാം മാറണമെന്നാണ്. He wants us to seek his face, the beauty of God, the beauty of his holiness, not just his hand with which we can provide. ദൈവത്തിന്റെ മുഖം നാം അന്വേഷിക്കണമെന്നും ദൈവത്തിന്റെ തേജസ് നാം അന്വേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലാതെ നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ദൈവത്തിന്റെ കരം മാത്രം അന്വേഷിക്കുവാനല്ല. Because when we seek his kingdom, കാരണം ദൈവരാജ്യം നാം അന്വേഷിക്കുമ്പോൾ his plan, ദൈവത്തിന്റെ പദ്ധതി, his purposes, ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങൾ, his intentions for your life, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ, Bible says when you seek that and his kingdom and a right standing with God. തിരുവചനം പറയുക, നാം അവ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെതായിട്ടുള്ള നീതിയിൽ ദൈവം മുമ്പാകെ ശരിയായിട്ടുള്ള ഒരു സ്ഥാനപ്പെടുത്തൽ നമുക്കുണ്ടെങ്കിൽ All these things shall be added. ഇവ ഒക്കെയും നിങ്ങളോട് ചേർന്നുകൊള്ളുമെന്ന് പറയുക. Many times people say, if I pray to God, God must give it back to me. പല സമയത്തും വ്യക്തികൾ ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ഇതെല്ലാം എനിക്ക് നൽകണം. Because they believe the secret is in a formula prayer. കാരണം അവർ വിശ്വസിക്കുന്നത് ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഒരു സൂത്രവാക്യം പോലെയുള്ള പ്രാർത്ഥനയിലാണ്. But the secret of restoration is not in a prayer. എന്നാൽ യഥാസ്ഥാനപ്പെടുത്തുന്നതിനുള്ള രഹസ്യം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയിലോ സൂത്രവാക്യം പോലെയുള്ള പ്രാർത്ഥനയിലല്ല. The secret of restoration is in the heart. യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഹൃദയത്തിലാകും. How the Bible says, seek first his kingdom and a right standing with God. തിരുവചനം പറയുകയാകുന്നു, മുമ്പേ അവന്റെ രാജ്യവും അതോടൊപ്പം തന്നെ ദൈവം മുമ്പാകെ ശരിയായിട്ടുള്ള ഒരു സ്വയം സ്ഥാനപ്പെടുത്തുന്ന അവസ്ഥ. Every one of us, every child of God must desire in our heart saying, when I stand before God, I must be right before God. ഓരോ ദൈവ പൈതലും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാകുന്നു, ഞാൻ ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ ഞാൻ നീതിമാനായി കണക്കിടേണ്ടി വരും. Many times a children's heart can have two different kinds of attitudes. പല സമയത്തും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ രണ്ട് മനോഭാവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. One attitude of the immature is, I must avoid getting scolded by my father and mother. ആദ്യത്തെ മനോഭാവം എന്ന് പറയുന്നത് പക്വതയില്ലാത്തതായിട്ടുള്ള മനോഭാവമാകുന്നു. അത് എന്റെ മാതാപിതാക്കൾ എന്നെ ഒരിക്കലും ശകാരിക്കരുത്, അതെങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. The intention of that heart is that I must not get scolded, and that is the only intention. അവിടെയുള്ള അവരുടെ ആകെയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് എനിക്ക് വഴക്ക് കിട്ടരുത്. But when we begin to grow in the Lord, എന്നാൽ നാം ക്രിസ്തുവിൽ വളരാൻ തുടങ്ങുമ്പോൾ, or as children begin to mature, അല്ലെങ്കിൽ മക്കൾ പക്വതയിലേക്ക് വളരുമ്പോൾ, we move from
from avoiding trouble with God, avoiding being scolded by God, we move into a place where we're saying, I want to please the heart of the Father. എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാകാതെ ജീവിക്കണം, എങ്ങനെയെങ്കിലും വഴക്ക് കിട്ടാതെ ജീവിക്കണം എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് നാം മുന്നേറി എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് ഇവരുമായി സ്നേഹത്തിലായിരിക്കണം എന്നുള്ള മനോഭാവത്തിലേക്ക് വരും. That is the heart of children as they mature. അതാകുന്നു മക്കൾ പക്വതയിലേക്ക് വരുമ്പോൾ അവരുടെ മനോഭാവം. This is why God is saying, seek him, his kingdom and his righteousness, and all these things shall be added to you. അതുകൊണ്ടാകുന്നു ദൈവം പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, ഈ വകയൊക്കെയും നിങ്ങൾക്ക് അതോടൊപ്പം ചേർന്നുകൊള്ളും. I've known a God who first adds. എനിക്ക് അറിയുന്ന ദൈവം എന്ന് പറയുന്നത് He first adds. ദൈവം ആദ്യം ചേർക്കുന്നു, And then he begins to multiply. അതിനുശേഷം ദൈവം അതിനെ പെരുക്കുന്നു. Hallelujah. Hallelujah. How many of you have known a God who adds? എത്ര പേർക്ക് അറിയാവുന്ന ദൈവത്തെ അറിയാം, ചേർക്കുന്ന ദൈവത്തെ. But I believe if you walk in righteousness, you will also know a God who multiplies. എന്നാൽ ദൈവം നീതിയിൽ നടക്കുന്നവരുടെ ജീവിതത്തിൽ പെരുപ്പിക്കുന്ന അല്ലെങ്കിൽ പെരുക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. Every area of your life you will experience a multiplication. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും നിങ്ങൾ ആ പെരുക്കലിന്റെ വർധനവിന്റെ അനുഭവം നിങ്ങൾ കാണും. Because the blessing of God is not addition, the blessing of God is multiplication. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അധികമാകുക അല്ലെങ്കിൽ ചേർക്കുക എന്നുള്ളതല്ല, എന്നാൽ പെരുക്കുന്നതായിട്ടുള്ള ക്രിയയാകും. The Bible doesn't say be fruitful and add, it says be fruitful and multiply and fill the earth. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകുക എന്നാണ്, അല്ലാതെ അധികം ചേർക്കുക എന്നുള്ളതല്ല. So God wants us to come to a life of restoration. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം നാം യഥാസ്ഥാനപ്പെടുത്തലിന്റെ ഒരു ജീവിതത്തിലേക്ക് വരണം എന്നുള്ളതാണ്. And from there God wants us to get into multiplication. അവിടെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പെരുക്കത്തിന്റെ അനുഭവം കൊണ്ടുവരണം എന്നുള്ളതാണ്. God wants to restore you from your sin and backsliding. നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളുടെ പിന്മാറ്റത്തിൽ നിന്നും നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. If any one of you is walking away from God in sin, God is saying, I want to restore you back. ഇന്ന് ആരെങ്കിലും പാപത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് പറയുകയാകുന്നു, ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Don't run away like Judas ran away and lost his life. If you want to run right back to God. യൂദാസ് ഓടി മറഞ്ഞ തന്റെ ജീവിതത്തെ നഷ്ടമാക്കിയതുപോലെ നിങ്ങൾ ഓടരുത്. നിങ്ങൾ ഓടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മടങ്ങി കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാണ്. God wants you to run right back to the Savior. ഈ രക്ഷകന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കി ഓടി വരണമെന്ന് നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു. That is why Jesus shared the story of the prodigal son. അതുകൊണ്ടാകുന്നു മുടിയനായ പുത്രന്റേതായുള്ള കഥ യേശുക്രിസ്തു ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. If any of us don't know the Lord, I want you to know that Jesus reached out to a Samaritan woman who was so messed up. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുവിനെ അറിയുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രയാസഘട്ടത്തിൽ നടന്നുപോയ ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കിലേക്ക് യേശു ചെന്നു. In our culture, when we see somebody go through one divorce, നമ്മളുടെ സംസ്കാരത്തിൽ ആരെങ്കിലും ഒരു വിവാഹമോചനത്തിലൂടെ കടന്നു പോകുന്ന നാം കണ്ടാൽ, sometimes in our heart we begin to think, oh, maybe they're not living right. നാം ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുമായിരിക്കാം, അവരങ്ങനെ വലിയ നല്ല രീതിയിലൊന്നുമല്ല ജീവിക്കുന്നത്. The second time someone has a divorce, രണ്ടാമത്തെ തവണ അവർ അങ്ങനെ വിവാഹമോചനം ചെയ്യുമ്പോൾ, oh, we might end up looking down on them. പിന്നെ നമ്മൾ അവരെ ഇച്ചിരി താഴ്ത്തിയാണ് കാണുന്നത്. Because our hearts are like that. കാരണം നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്. The third time, fourth time, മൂന്നാം തവണ നാലാം തവണ we think there is no hope. പിന്നെ നാം ചിന്തിക്കും, ഇനി അവൾക്ക് യാതൊരു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരു വിധമായിട്ടുള്ള സാധ്യതയുമില്ല. Now Jesus finds a woman 5 times divorced. എന്നാൽ യേശുക്രിസ്തു ഇപ്പോൾ കണ്ടിരിക്കുന്നത് 5 തവണ വേർപെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. And 6th time now not even marrying, just living with the person. ആറാമത്തെ തവണ വിവാഹം കഴിച്ചിട്ടുമില്ല, വേറൊരു വ്യക്തിയുമായി ജീവിക്കുകയാണ്. And Jesus is saying for such a person also God wants restoration. ആ അപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ദൈവം യഥാസ്ഥാനപ്പെടുത്തൽ ആഗ്രഹിക്കുന്നു എന്ന് യേശു പറയുകയാണ്. If you are someone who feels you have no hope, നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്കിനി യാതൊരു പ്രത്യാശയുമില്ല എന്ന്, I want you to know He is a God of restoration for the absolutely hopeless. ഞാൻ നിങ്ങളോട് പറയട്ടെ, യാതൊരു പ്രത്യാശമില്ലാത്തവരുടെയുമായിട്ടുള്ള യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകുന്നു ഈ ദൈവം. There is no sin so deep that He cannot wash away. യേശുവിന് കഴുകുവാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു പാപവുമില്ല. There is no backsliding so great that God can't restore you. യേശുവിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയാത്ത അത്രയും വലിയ പിന്മാറ്റം ഒന്നുമില്ല. Jesus was betrayed by Peter.
യേശു ക്രിസ്തുവിനെ പത്രോസ് തള്ളി പറഞ്ഞു. After that, Peter went back to his fishing business. അതിനുശേഷം പത്രോസ് തന്റെ മീൻപിടുത്തത്തിലേക്ക് പോവുകയാണ്. And to such a person, Jesus comes back and says, "Do you love me?" ആ വ്യക്തിയുടെ അടുക്കിലേക്ക്, അങ്ങനെയുള്ള വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു വന്ന് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? And Jesus tells him, "Come back to my love." യേശു പറയുകയാണ്, നീ എന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. Feed my sheep. എന്റെ ആടുകളെ മേയിക്കുക. God is not only a God of wrath. ദൈവം ഒരു ക്രോധത്തിന്റെ ദൈവം മാത്രമല്ല. He is also a God of love. എന്നാൽ ദൈവം സ്നേഹത്തിന്റെ ദൈവമാകുന്നു. The Bible talks about that he will execute his wrath. ദൈവം തീർച്ചയായിട്ടും തന്റേതായിട്ടുള്ള ക്രോധത്തെ അത് അയക്കുമെന്ന് തിരുവചനം പറയുകയാണ്. When we constantly reject him. നാം നിരന്തരമായി ദൈവത്തെ തടുക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ. But until that final day, he is still knocking on your heart. എന്നാൽ ആ അവസാന ദിവസം വരെയും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. He said, "I now stand at your door and knock," says the Lord. തിരുവചനം പറയുകയാണ്, ഞാനിപ്പോൾ നിങ്ങളുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു. Behold, if any man hears my voice, let him open up and I will come into his heart. എന്റെ സ്വരം കേൾക്കുന്നവൻ വാതിൽ തുറക്കുമ്പോൾ ഞാൻ അവന്റെ ഹൃദയത്തിലേക്ക് വരും. Especially today, children that have grown up in born again homes. ഇന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന കുടുംബങ്ങളുള്ള ഭവനത്തിൽ വളർന്നു വരുന്ന മക്കൾ. Those that have heard the gospel from the time you were a baby. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സുവിശേഷം കേട്ട് വളർന്നിരിക്കുന്ന മക്കൾ. You hardened your heart because you heard so much instruction from parents and from church. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തിയിരിക്കുന്നു, കാരണം നിങ്ങൾ സഭയിൽ നിന്നും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. And the heart is basically rebellious unless you intentionally submit it to the lordship of Christ. നിങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ദൈവമുമ്പാകെ നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം മറുതലിക്കുന്ന ഹൃദയമായിരിക്കും. God is saying, even for such people, I am standing at the door and knocking. അങ്ങനെയുള്ള വ്യക്തികൾക്കും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് ദൈവം പറയുകയാണ്. He is the God of the backslider. ദൈവം പിന്മാറുന്ന വ്യക്തികളുടെയും ദൈവമാകുന്നു. He is the God of the cheat. ദൈവം വഞ്ചിക്കുന്നവരുടെയും ദൈവമാകുന്നു. That is why God says, "I am the God of your father Abraham and the God of Isaac and the God of Jacob." അതുകൊണ്ടാകുന്നു ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. God of Abraham is the God of your father of the nation. എബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നിന്റേതായിട്ടുള്ള പിതാവാകുന്ന ആ രാജ്യത്തിന്റെ പിതാവിന്റേതായിട്ടുള്ള ദൈവമാകുന്നു. God of Isaac is a God who brings laughter in your life. നിന്റെ ജീവിതത്തിൽ ചിരി കൊണ്ടുവരുന്ന ഇസഹാക്കിന്റെ ദൈവമാകുന്നു ഞാൻ. God of Jacob, God did not say, "I am the God of Israel." His new name, God said, "I am the God of Jacob," which means he's not ashamed to be called as the God of the one who's still walking as a cheat. യാക്കോബിന്റെ ദൈവം എന്നല്ല ദൈവം അവിടെ, ഇസ്രായേലിന്റേതായിട്ടുള്ള ദൈവം, യാക്കോബിന്റെ പുതിയ പേരായിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവം എന്നല്ല ദൈവം അവിടെ പറഞ്ഞത്. എന്നാൽ അപ്രകാരം വഞ്ചിക്കുന്നവന്റെ ദൈവമാണെന്ന് പോലും പറയാൻ മടിയില്ലാതെ യാക്കോബിന്റെ ദൈവമാകുന്നു ഞാൻ എന്ന ദൈവം അവിടെ പറയുക. So until 2021, if you've living a life that has been that unfaithful, have been cheating and all kinds of ungodliness, God is saying, "Return back and I will restore you," says the Lord. നിങ്ങൾ 2021 വരെ ചിലപ്പോൾ വഞ്ചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാകുന്നു, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളുടെയും ദൈവമാകുന്നു. God will carry your sin. ദൈവം നിങ്ങളുടെ പാപങ്ങളെ വഹിക്കും. He will carry your shame. ദൈവം നിങ്ങളുടെ ലജ്ജയെ വഹിക്കും. And he will make you a new creation. ദൈവം നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. If you have been backslidden like Peter, he will restore you. നിങ്ങൾ പത്രോസിനെ പോലെ പിന്മാറ്റത്തിലെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. To the Samaritan woman, Jesus said, "Can you give me a drink?" ശമര്യക്കാരി സ്ത്രീയോട് യേശു ചോദിച്ചത്, എനിക്ക് കുടിപ്പാൻ തരുമോ? He called her asking, "Can you serve me?" എന്നെ ശുശ്രൂഷിക്കുമോ എന്നാണ് ദൈവം അവളോട് ചോദിച്ചത്. And now to a backslidden apostle he's asking, "Will you serve me?" എന്നാൽ പിന്മാറ്റത്തിലായിരിക്കുന്ന അപ്പോസ്തലനോടും ദൈവം ചോദിക്കുകയാകുന്നു, നീ എന്നെ ശുശ്രൂഷിക്കുമോ? The call of God, restoration to ministry, is available to the unbeliever and to the backslidden apostle. നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ ഒരു അവിശ്വാസിയായിരിക്കുന്ന സ്ത്രീക്കും അതോടൊപ്പം തന്നെ പിന്മാറ്റത്തിലായിരിക്കുന്ന അപ്പോസ്തലനും രണ്ടുപേരെയും ദൈവം ശുശ്രൂഷയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള വിളി നൽകി. While we are in our sin, God called us. നാം നമ്മുടെ പാപത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചു. He didn't call us only after we cleaned up everything. നാം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടല്ല ദൈവം വിളിച്ചത്. While you are in your sin today, God is calling you and saying, "I want to restore you." നിങ്ങൾ നിങ്ങളുടെ പാപത്തിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാകുന്നു, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. While you are in your rebellion, God is saying, "I want to restore you." നിങ്ങളുടെ മറുതലിപ്പിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയുകയാകുന്നു, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. It all begins with repent. അതെല്ലാം തുടങ്ങുന്നത് മാനസാന്തരത്തിലൂടെ.
ചിന്തയോടെയാണ്. Come back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി Come വരിക. back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. 2022, I want to call the church, come back to God. 2022 ദൈവസഭ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ വിളിക്കുകയാണ്. 2022, I want to call those that are lost, come back to God. 2022 നഷ്ടമായിരിക്കുന്നവരെ ഞാൻ വിളിക്കുകയാകുന്നു, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. I want to call the prodigal younger sons who messed up their life, come back to God. ജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ട് മുടിഞ്ഞ രീതിയിൽ ജീവിക്കുന്ന ആ ഇളയ മക്കളെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ വിളിക്കുന്നു. 2022, I want to call the self-righteous older sons, come back to God. 2022 സ്വയം നീതീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആ മൂത്ത പുത്രന്മാരെയും ദൈവത്തിലേക്ക് ഞാൻ മടക്കി വിളിക്കുന്നു. God wants to restore you back from sin and backsliding. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളുടെ പിന്മാറ്റത്തിൽ നിന്നും. I also believe, secondly, God wants to restore you from your loss. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. You know the story of a woman called Ruth. റൂത്തിൻ്റെതായിട്ടുള്ള കഥ നിങ്ങൾക്കറിയാം. The Bible says that Naomi and her husband Elimelech, they had gone into Moab and married two Moabitess women. തിരുവചനം പറയുകയാകുന്നു, That their sons married two Moabitess തിരുവചനം women. പറയുക, നവമിയും തന്റെ ഭർത്താവായ എലിമെലെക്കും അവർ മോവാബിലേക്ക് പോയി അവരുടെ മക്കൾ രണ്ട് അവിടെയുള്ള മോവാബ്യരെ വിവാഹം കഴിക്കുകയാണ്. And soon the husband of Naomi dies and the sons of Ruth and Orpah die. ഉടനെ തന്നെ നവമിയുടെയും റൂത്തിന്റെയും ഓർപ്പയുടെയും ഭർത്താക്കന്മാർ മരിക്കുകയാണ്. God did not raise them from the dead. ദൈവം അവരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചില്ല. But God had a plan of restoration. എന്നാൽ ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. God's plan in that loss was something bigger than what Ruth could have ever imagined. ആ നഷ്ടത്തിന്റെ മധ്യേയുള്ള ദൈവത്തിന്റെ യഥാസ്ഥാനപ്പെടുന്ന പദ്ധതി എന്ന് പറയുന്നത് റൂത്ത് ചിന്തിക്കുന്നതിലും എത്രയോ വലുതായിരുന്നു. In our loss many times we are praying, give that back to me, Lord. Give it back to me, Lord. പല സമയത്തും നമ്മുടെ നഷ്ടങ്ങളുടെ മധ്യേ നാം ആയിരിക്കുമ്പോൾ നാം ചോദിക്കുന്നത്, എനിക്ക് നഷ്ടമായത് തിരിച്ചു തരണമേ But I കർത്താവേ. want to tell you today, begin to pray, give back something better to me, Lord, in Jesus' എന്നാൽ ഞാൻ name. ഇന്ന് മുതൽ നിങ്ങളോട് പറയുകയാകും, നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഭേദപ്പെട്ടത് എനിക്ക് നൽകണമേ. Oh, but Ruth was not going to leave the covenant she made with the God that she said, told Naomi, your God shall be my God and your people shall be my people. എന്നാൽ ദൈവവുമായിട്ട് റൂത്ത് ചെയ്തതായിട്ടുള്ള ആ ഉടമ്പടി അവൾ അത് തകർക്കുവാൻ തയ്യാറല്ലായിരുന്നു. അവൾ പറയുകയാകുന്നു, നവമിയോട് പറയുകയാകുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. She sought the kingdom റൂത്ത് ആ ദൈവരാജ്യം അന്വേഷിക്കുക, and God's righteousness. ദൈവത്തിന്റെ നീതിയും. And God took her back with Naomi in the land and blessed her in Bethlehem. റൂത്തിനെ നവമിയോടൊപ്പം തന്നെ ബെത്ലഹേമിൽ കൊണ്ടുവന്ന ദൈവം അനുഗ്രഹിക്കുകയാണ്. And got her married got her married again, and she became the grandmother of David. അപ്പോൾ വീണ്ടും വിവാഹിതയാകുകയും ദാവീദിന്റേതായിട്ടുള്ള ഗ്രാൻഡ് മദർ ആകുകയും ചെയ്തു. In the generation, Obed and Jesse and David. ആ വംശാവലിയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. All God restored her back to something better. എന്തോ ഭേദപ്പെട്ടതിലേക്ക് ദൈവം തന്നെ മടക്കി കൊണ്ടുവരികയാണ്. Hallelujah. Hallelujah. Say it after me, something better. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഭേദപ്പെട്ടത്. Tell yourself, this year something better is coming. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഈ വർഷം ഭേദപ്പെട്ടത് എനിക്ക് ലഭിക്കും. Hallelujah. In your heart something better is coming. നിങ്ങളുടെ ഹൃദയത്തിൽ ഭേദപ്പെട്ടത് വരുന്നു എന്ന് പറഞ്ഞാട്ടെ. God wants to restore that. ദൈവം അപ്രകാരം മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. God not only wants to restore you in times of loss, നഷ്ടത്തിന്റെ സമയത്ത് മാത്രമല്ല ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. because the Bible says in the time of loss also God wants to bless you, but God wants to also restore you in the places you have been mistreated by your bosses and by your leaders and people like that and your families in your life. God says, I want to restore you in that land. ദൈവം നഷ്ടത്തിന്റെ സമയത്ത് മാത്രമല്ല നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടതായിട്ടുള്ള, നിങ്ങൾ ലജ്ജിക്കപ്പെട്ടതായിട്ടുള്ള, മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചതായിട്ടുള്ള ആ തോൽവിയുടെ മണ്ഡലങ്ങളിലും ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. You know the story of Joseph. നിങ്ങൾക്ക് യോസേഫിന്റെ കഥ
അറിയാം, faithful young man, വിശ്വസ്തനായിട്ടുള്ള യുവാവ് loved his father and loved his brothers. തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും സ്നേഹിച്ചു. And for that he was sold to slavery. അതിനുവേണ്ടി അടിമത്തത്തിലേക്ക് താൻ വിൽക്കപ്പെട്ടു. For his faithfulness to God, to his father and mother and to his brothers. ദൈവത്തോടും പിതാവിനോടും തന്റെ സഹോദരങ്ങളോടുമുള്ള ആ വിശ്വസ്തത മുഖാന്തരം താൻ അടിമയായി വിൽക്കപ്പെട്ടു. Many times in our life it's been like that. പല സമയത്തും നമ്മുടെ ജീവിതത്തിലും അതുപോലെ We തന്നെയാണ്. are faithful to people, they are disloyal to us. നാം വ്യക്തികളോട് വിശ്വസ്തരായിരിക്കുന്നു, അവർ നമ്മോട് അവിശ്വസ്തത We കാണിക്കുന്നു. are kind to people, they are unkind to us. നാം വ്യക്തികളോട് ദയ കാണിക്കുന്നു, അവർ നമ്മോട് ദയയില്ലാതെ പെരുമാറുന്നു. We live a holy life unto others, they live unfaithful lives unto us. നാം വിശുദ്ധിയുടെ ജീവിതം ജീവിക്കുന്നു, എന്നാൽ അശുദ്ധിയുടേതായുള്ള ജീവിതം അതിന് പകരമായി പലരും ജീവിക്കുന്നു. And his brothers took Joseph and they sold him. In fact, he was a case of human trafficking. അപ്പോൾ യോസേഫിനെ സഹോദരങ്ങൾ എടുത്തുകൊണ്ട് വിൽക്കുകയാകുന്നു. ഈ മനുഷ്യ കച്ചവടത്തിൻ്റെതായുള്ള ഒരു ഉദാഹരണമാണത്. They made him a slave and sold him into Egypt. തന്നെ അടിമയാക്കിക്കൊണ്ട് മിസ്രൈമിലേക്ക് വിൽക്കുകയാണ്. In human trafficking, oftentimes we think, oh, it's men that are taking advantage of the women. മനുഷ്യ കച്ചവടത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. And in this Joseph's case, the woman was trying to take advantage of the man. എന്നാൽ ഈ യോസേഫിന്റേതായുള്ള സാഹചര്യത്തിലോ ആ സ്ത്രീ ആകുന്നു ഈ പുരുഷനെ ഉപയോഗിക്കുവാൻ നോക്കുന്നത്. Against his will, sold for a price, landed up in front of Potiphar's wife. അപ്പോൾ തന്റെ ഹിതപ്രകാരമല്ലാതെ താൻ അടിമയായി വിൽക്കപ്പെട്ട് എത്തുന്നതാണെങ്കിലോ പോത്തിഫേറിന്റേതായിട്ടുള്ള ഭാര്യയുടെ മുമ്പാകെ. A godly man in a vulnerable place. ഒരു ദൈവികൻ ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനത്ത്. With no defense from his father and mother. തന്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ സംരക്ഷിക്കുവാൻ ആരുമില്ല. Violated by his brothers. തന്റെ സഹോദരന്മാർ ഉപദ്രവിക്കപ്പെട്ടു. Unfaithfully lied about by his master's wife. തന്റേതായിട്ടുള്ള യജമാനന്റെ ഭാര്യയാൽ അവിശ്വസതയോടുകൂടെ കുറ്റം ആരോപിക്കപ്പെട്ടു. Unjustly put in prison for 13 years. 13 വർഷത്തോളം അന്യായമായിട്ട് ജയിലിലിടുകയാണ്. But one thing Joseph knew. എന്നാൽ ഒരു കാര്യം യോസേഫിന് അറിയാമായിരുന്നു. Stay faithful in that jail. ആ കാരാഗൃഹത്തിലും വിശ്വസതയോടുകൂടെ നിൽക്കുക. Because our God is a God of restoration. കാരണം നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകുന്നു. Oh, even if it tarries a while, it will surely come to pass, says the Lord. അത് അല്പം താമസിച്ചു എങ്കിൽ പോലും ദൈവത്തിന്റെ വാക്ക് നിശ്ചയമായി നിവൃത്തിയാകും. Oh, God began to honor Joseph and lifted him up. ദൈവം യോസേഫിനെ മാനിച്ച് അവനെ ഉയർത്തുവാൻ തുടങ്ങി. Potiphar made him the personal bodyguard of Joseph when Joseph became the governor of Egypt. അപ്പോൾ പോത്തിഫറിനെ യോസേഫ് ആ മിസ്രൈമിന്റേതായിട്ടുള്ള പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പോത്തിഫറിനെ തന്റേതായുള്ള അകമ്പടിക്കാരനാക്കുകയാണ്. Many people don't see that Potiphar was the chief bodyguard of Pharaoh. പോത്തിഫർ ആണെങ്കിലോ പ്രധാന സുരക്ഷാ സേനാധിപതി ആയിരുന്നു ഈ ഫറവോന്റെ. But even though it doesn't say the name Potiphar, the Bible says, and Pharaoh took his personal bodyguard, chief of bodyguard, and asked him to take care of Joseph. അവിടെ പേർ പറയുന്നില്ല എങ്കിൽ പോലും ഫറവോൻ പറയുകയാകുന്നു തന്റെ പ്രധാന സുരക്ഷാഭടനെ വിട്ടുകൊണ്ട് യോസേഫിനെ അകമ്പടിയാകുവാനായിട്ട് പറയുക. Joseph was 13 years in a prison in Potiphar's house. There was a jail. If you read carefully, it was actually in Potiphar's property that Joseph was in prison 13 years. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലത്തായിരുന്നു യോസേഫ് 13 വർഷത്തോളം കാരാഗൃഹത്തിലായിരുന്നു. 13 years a prisoner. 13 വർഷം ജയിലിൽ as a slave, അടിമയായിക്കൊണ്ട് became the chief of the slave of the prison. ആ ജയിലിന്റേതായിട്ടുള്ള പ്രമാണിയായി മാറി. Now became the chief prime minister of Egypt. അതിനുശേഷം ഇപ്പോൾ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായിരിക്കും. His master and his owner and his prison in charge now became his bodyguard. Hallelujah. തന്റെ ഉടയവനും തന്റെ യജമാനും ആ കാരാഗൃഹത്തിന്റെ പ്രമാണിയുമായിരുന്ന വ്യക്തി ഇപ്പോൾ തന്റെ അകമ്പടിക്കാരനായിരിക്കും. He is a God who restores. ദൈവം യഥാസ്ഥാനപ്പെടുന്ന I said he is a God who restores. ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകുന്നു. The first shall be the last and the last shall be made the first. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. Even though it was many years, അനേക വർഷങ്ങൾ എടുത്തുവെങ്കിലും his brothers and his father all came down and bowed down before him. തന്റെ പിതാവും തന്റെ സഹോദരന്മാരും എല്ലാം വന്ന് അവന്റെ മുമ്പാകെ വണങ്ങുകയാണ്. God will restore you from a place of loss, നിങ്ങളുടെ നഷ്ടത്തിന് of violation. നിങ്ങളെ ഉപദ്രവിച്ചിരിക്കുന്ന നിന്ദിച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. But even if you are
in a place of slavery, you're addicted to some things, you're in slavery to some things, I want to proclaim today, God wants to set you free. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിമത്തത്തിലായിരിക്കുന്നു, ഏതെങ്കിലും ചില ചങ്ങലകൾ നിങ്ങൾക്ക് പൊട്ടിക്കുവാൻ കഴിയാത്തതുപോലെ ചില ആസക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വിടുവിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും കഴിയുന്ന ദൈവമാണ്. Slavery is not a willful thing, it is a bonded thing. അടിമത്തം എന്ന് പറയുന്നത് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. Many of you are slaves to alcohol or to adultery or slaves to pornography or slaves to drugs. God wants to set you free. പല വ്യക്തികളും അവർ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് അടിമയായിരിക്കുന്നു, പലപ്പോഴും ലഹരിക്ക് അടിമയായിരിക്കുന്നു, വ്യഭിചാരത്തിന് അടിമയായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus is the only one who can restore you back. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുവാകുന്നു. He will not only restore you back to a place of freedom, he will restore you back to use that freedom you found to bring others to the freedom in Jesus Christ. യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രമല്ല യഥാസ്ഥാനപ്പെടുന്നത്, എന്നാൽ നിങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ വിടുവിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. I can tell you, you don't have to be addicted to anything. നിങ്ങൾ മറ്റൊന്നിനും ഇനി അടിമപ്പെടേണ്ട കാര്യമില്ല. But you can be addicted to the Lord Jesus. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടിമയാകുവാൻ നിങ്ങൾക്ക് കഴിയും. You can be addicted to the presence of God. ദൈവ സാന്നിധ്യത്തിന്റെ അടിമയാകുവാൻ നിങ്ങൾക്ക് കഴിയും. Like Moses, you can say, God, if your presence doesn't go with me, I don't want to leave this place. മോശ പറഞ്ഞതുപോലെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. That is a life of revival and restoration. അത് ഉണർവിന്റെയും യഥാസ്ഥാനപ്പെടുത്തലിന്റെയും ഒരു ജീവിതമാകുന്നു. He not only wants to say restore you from a place of slavery, he wants to restore you from a place of demonic oppression. അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്നും വിടുവിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം I ആഗ്രഹിക്കുന്നു. want to tell you today, demons are not as powerful as our God is. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭൂതങ്ങൾ നമ്മുടെ ദൈവത്തെ പോലെ ശക്തരല്ല. 1 John 4:4 says, greater is he that is in me than he that is in the world. 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 4 വാക്യം പറയുന്നത്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ No വലിയവനാകുന്നു. matter what the demonic oppression over your family, over your generations is. നിങ്ങളുടെ കുടുംബത്തിന്മേലുള്ള നിങ്ങളുടെ തലമുറകളിന്മേലുള്ള പൈശാചികമായുള്ള ഉപദ്രവം അത് എത്ര വലുതാണെങ്കിലും ശരി, 2022, get ready to declare freedom for the captives over demonic oppression. 2022 ഇപ്രകാരം ബദ്ധരായിരിക്കുന്നവരുടെ മേൽ വലിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങിയാട്ടെ. He will set you free. യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. A thief comes to steal, kill and destroy. കള്ളൻ മുടിക്കാനും അറക്കാനും നശിപ്പിപ്പാനും But വരുന്നു. I have come that you might have life and have it abundantly, says the Lord. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. He not only wants to restore you from demonic oppression, നിങ്ങളുടെ പൈശാചികമായുള്ള ഉപദ്രവങ്ങൾ നിങ്ങളെ വിടുവിക്കുവാൻ മാത്രമല്ല യേശു He wants to വന്നിരിക്കുന്നത്, even restore you from sickness. നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം I ആഗ്രഹിക്കുന്നു. want to declare over you today, by His stripes you are healed. ഞാൻ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കട്ടെ, കർത്താവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യമായിരിക്കുന്നു. There are two things you need. നിങ്ങൾ ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. You need healing, ഒന്ന്, നിങ്ങൾക്ക് സൗഖ്യം and you ആവശ്യമായിരിക്കുന്നു. also need health. രണ്ട്, നിങ്ങൾക്ക് ആരോഗ്യം There is a ആവശ്യമായിരിക്കുന്നു. difference between healing and health. രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. Healing is a supernatural intervention of God. സൗഖ്യം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലാകും. Health is something that God wants you to walk in. ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ തുടർമാനമായി നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. Health is like walking in righteousness. ആരോഗ്യം എന്ന് പറയുന്നത് നീതിയിൽ നടക്കുന്നത് പോലെയാകും. Healing is like I have made you righteous. സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. Health is now walk in that righteousness. ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇനിമേൽ ആ നീതിയിൽ നടക്കുക. In the same way, healing is now I'm touching you and healing you right now, says the Lord. അതേപോലെ സൗഖ്യം എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്പർശിച്ച് നിങ്ങളെ But സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. health is now God saying, I want you to walk in the supernatural healing that you have walked in by taking care of your health. എന്നാൽ ദൈവം ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ ഇനിമേൽ ആ ദൈവിക ആരോഗ്യത്തിൽ നടക്കുക, നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിച്ചുകൊണ്ട്. 1 Peter 2:24 says, 1 പത്രോസ് 2 അധ്യായത്തിന്റെ 24 വാക്യം ഇങ്ങനെ പറയുന്നു, He himself brought our sin on his body.
യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് and that he will die to sin and live for righteousness. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് By his stripes we are healed. തന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. When the Bible used the word sozo, salvation, സോസോ എന്നർത്ഥമാകുന്ന രക്ഷ എന്നർത്ഥമാകുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ the salvation doesn't mean that you are saved with a ticket to heaven. സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് കിട്ടിക്കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥം. The word sozo means to be restored back to wholeness. സോസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണതയിലേക്കുള്ള യഥാസ്ഥാനപ്പെടുത്തൽ. Your spirit, your soul and your body restored back to wholeness. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ശരീരം ഇവയെല്ലാം പൂർണ്ണതയിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. That is why Romans 10:17 says, if you believe in your heart and confess with your mouth, you shall be sozo. അതുകൊണ്ടാകുന്നു റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ യേശു തന്നെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ സോസോ, നിങ്ങൾ രക്ഷിക്കപ്പെടും. But to the paralyzed man by Bethesda, Jesus looked at him and said, do you want to be sozo? എന്നാൽ ആ ബെഥസ്ത കുളക്കടവിലുള്ള ആ തളർവാദ രോഗിയോട് യേശു ക്രിസ്തു ചോദിക്കാം, നീ പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നോ? Salvation is saving our soul, it is healing our mind, and it is touching and healing our body. രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാണനെ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ വിടുവിക്കുന്നതും അതോടൊപ്പം തന്നെ തൊട്ട് നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കുന്നതുമാണ്. Bringing us back to godly order, to wholeness. ആ പൂർണ്ണതയിലുള്ള ദൈവിക ക്രമത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ്. And then God says, take care of your health. അതിനുശേഷം ദൈവം പറയുകയാകുന്നു, നിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുക. Walk in the righteousness that I want you to walk in. ഞാൻ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ നീതിയിൽ നിങ്ങൾ നടക്കുക. Jeremiah 30:17 says, I will restore health to you and your wounds I will heal, declares the Lord, because they have called you an outcast. It is Zion for whom no one cares. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Jeremiah 17:4 says, heal me, O Lord, and I'll be healed. Save me and I'll be saved. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 4-ാമത്തെ വാക്യം എന്നോട് പറയുന്നത്, ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകണം, നീ അറിയാത്ത ദേശത്ത് I want to heal you from all this, from this. You'll be saved. ഞാൻ നിന്നെ സകലത്തിൽ നിന്നും സൗഖ്യപ്പെടുത്തി നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to restore you from suffering and pain. ദൈവം നിങ്ങളെ കഷ്ടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. The last couple of years you may have gone through a lot of suffering and pain. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ വലിയ വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകാം. 1 Peter 5:10 says, after you have suffered a little while, the God of all grace, who called you to his eternal glory in Christ, he himself will restore you, confirm, strengthen and establish you. Hallelujah. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറഞ്ഞാൽ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ അവന്റെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. I don't know what pain you've gone through. നിങ്ങൾ ഏത് വേദനയിലൂടെ കടന്നു പോയിരിക്കുന്നു എനിക്ക് അറിയുകയില്ല. I don't know what suffering you've gone through. നിങ്ങൾ എന്ത് കഷ്ടത്തിലൂടെ കടന്നു പോയെന്ന് എനിക്ക് അറിയുകയില്ല. But today he's a God who will wipe your tears away. എന്നാൽ ഇന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാകുന്നു. He will restore you back into a place of healing in your heart. നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു സൗഖ്യത്തിന്റെ സ്ഥാനത്തേക്ക് യേശു നിങ്ങളെ മടക്കി He will കൊണ്ടുവരും. heal your emotional wounds. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള മുറിവുകളെ യേശു സുഖപ്പെടുത്തും. He is the God who said, the Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞത് ഈ ദൈവം തന്നെയാകും. Because he restores my soul. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. The soul is my mind, will and emotion. എന്റെ ദേഹി എന്ന് പറയുന്നത് എന്റെ മനസ്സ്, എന്റെ വികാരങ്ങൾ, അതോടൊപ്പം തന്നെ എന്റെ ഇച്ഛ. Today will you allow him to restore your soul? ഇന്ന് നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുവാനായിട്ട് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. When he restores your soul, he will restore joy back into your heart. ആ യഥാസ്ഥാനപ്പെടുത്തൽ ദൈവം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ദൈവം മടക്കി കൊണ്ടുവരും. Restore unto me the joy of salvation, David prayed. കർത്താവേ, ദാവീദ് പ്രകാരം
പ്രാർത്ഥിച്ചു, കർത്താവേ രക്ഷയുടെ സന്തോഷം എന്നിൽ പുതുക്കണമേ. God not only wants to restore you, He wants to bring your heart to a place of restored joy. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, യഥാസ്ഥാനപ്പെടുത്തിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. We must live in an atmosphere of revival. നാം ഉണർവിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കണം. Church, I'm calling us to an atmosphere of revival. സഭയോട് ഞാൻ ഉണർവിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുവാൻ ഞാൻ ചോദിക്കുകയാണ്. I'm calling us to a lifestyle of restoration. ഉണർവിന്റേതായിട്ടുള്ള യഥാസ്ഥാനപ്പെടുത്തലിന്റേതായിട്ടുള്ള അനുഭവത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക് പ്രവേശിച്ചാൽ Every day we will walk in that restoration. ഓരോ ദിവസവും നാം ആ യഥാസ്ഥാനപ്പെടുത്തലിന്റെ അനുഭവത്തിൽ ജീവിക്കും. And when God restores, ദൈവം അപ്രകാരം ചെയ്യുമ്പോൾ He will restore double. ദൈവം ഇരട്ടി ഇരട്ടിയായി ദൈവം അത് മടക്കി Oh, I നൽകും. like it the way the African believers said, oh, He will give back double. അപ്പം ആഫ്രിക്കൻ വിശ്വാസികൾ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഡബിൾ ആയിട്ട് തരുമെന്ന്. Everybody say after me, double. എന്നോട് ചേർന്ന് ഡബിൾ എന്ന് പറഞ്ഞാൽ When He restores, God will restore double. ദൈവം ഇരട്ടിയായിട്ട് അത് മടക്കി നൽകും. In the life of Job 42, God said He gave back double of everything he lost. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം ഇരട്ടിയായിട്ട് ദൈവം യോബിന് മടക്കി നൽകി. Isaiah 61:7 says, instead of shame, you will have a double portion, says the Lord. യെശയ്യാവിന്റേതായിട്ടുള്ള പുസ്തകം 61-ാം അധ്യായത്തിന് 7-ാം വാക്യം പറയുന്നു, നിന്ദയ്ക്ക് പകരമായിട്ട് ദൈവം ഇരട്ടിയായി നിങ്ങൾക്ക് മടക്കി നൽകും. Zechariah 9:12 says, return to the stronghold, you prisoners of hope. Today I declare I will restore to you double, says the Lord. സെഖര്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുകയാകുന്നു, അപ്പോൾ തടവിലായിരിക്കുന്നവരെ നിങ്ങൾ മടങ്ങി വരിക, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കി നൽകും. Every eye closed in the presence of God. ദൈവ സാന്നിധ്യത്തിൽ എല്ലാ കണ്ണുകളും അടഞ്ഞിരുന്നു. The Holy Spirit wants to restore double into your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി മടക്കി നൽകുവാൻ ആഗ്രഹിക്കുന്നു. If you will return, നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ God will restore. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. Like the prodigal son today, let us return to the Lord. മുടിയനായ പുത്രനെ പോലെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാം. Oh, the last 2 years, many love has grown cold. കഴിഞ്ഞ 2 വർഷങ്ങളിൽ അനേകരുടെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. Many have walked away from God. അനേകർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. Return and I will restore you, says the Lord. നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. And I will pour out times of refreshing in your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിന്റേതായിട്ടുള്ള കാലങ്ങളെ അയക്കും. If you've gone through loss, I want to decree and declare that God will restore back to you. നിങ്ങൾ നഷ്ടത്തിലൂടെ കടന്നു പോയിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ കൽപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, ദൈവം നിങ്ങൾക്ക് മടക്കി നൽകണം. Those that have lost jobs, we want to pray a restoration of the jobs upon your life. ജോലി നഷ്ടമായവരുടെ മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാകുന്നു, ദൈവം നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തി മടക്കി നൽകട്ടെ. Everybody oppressed by debt and by the devil, we break your power. Satan, release the blessing back into God's people. കടഭാരത്താലും പൈശാചികമായുള്ള ഉപദ്രവത്താലും പ്രയാസപ്പെടുന്നവരുടെ മേൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പിശാചിന്റെ സകല ശക്തിയും തകർന്നു പോകട്ടെ, കർത്താവ് നിങ്ങൾക്ക് മടക്കി നൽകട്ടെ. Anyone suffering and struggling with sickness, God, this morning we are decreeing according to your word. Send your word and heal them completely in Jesus' mighty name. അസുഖത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു, കർത്താവ് അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയ You are a God of restoration. അങ്ങ് യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകും. People that have gone through mistreatment and pain, I want you to give it to God and let God restore you back to a place of joy and healing. നിന്ദിക്കപ്പെട്ട് പ്രയാസത്തിലൂടെ കടന്നു പോയിരിക്കുന്ന അനേക വ്യക്തികളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുകയാകുന്നു, കർത്താവിന് ആ വേദന നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ മടക്കി യഥാസ്ഥാനപ്പെടുത്തട്ടെ. Whatever the enemy has stolen, പിശാച് എന്ത് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെങ്കിലും God is restoring right now. ദൈവം ഇപ്പോൾ അതിനെ യഥാസ്ഥാനപ്പെടുത്തും. And not only now, ഇപ്പോൾ മാത്രമല്ല, if the Lord is not restoring it right now, കർത്താവ് ഇപ്പോഴത് ചെയ്യുന്നില്ല എങ്കിൽ He has got something better for you. അതിനേക്കാൾ ഭേദപ്പെട്ടത് എന്തോ കർത്താവിന് മനസ്സിലുണ്ട്. He has got something better for your life. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഭേദപ്പെട്ടതുണ്ട്. In this life, something better. ഈ ലോകത്തിൽ തന്നെ ഭേദപ്പെട്ടത്, Or a restoring back with a greater anointing even in the life to come. അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ ജീവിതത്തിലാണെങ്കിലും ഭേദപ്പെട്ട അഭിഷേകത്തിൽ. God is a God of restoration. ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാകും. Father, we thank you this morning. കർത്താവേ, ഈ സമയത്തായി നമ്മൾ നന്ദി പറയുന്നു. Release your glorious anointing upon the church. അങ്ങയുടെ തേജസ്സുള്ളതായിട്ടുള്ള അഭിഷേകം സഭയുടെ മേൽ പകരണമേ. We proclaim a revival and a restoration we will walk in. കർത്താവേ, ഞങ്ങൾ ഉണർവിലും ഞങ്ങൾ യഥാസ്ഥാനപ്പെടുന്ന ജീവിതശൈലിയും ഞങ്ങൾ നടക്കും. We give you all the glory. എല്ലാ മഹത്വവും അങ്ങേക്ക്. And everybody said an amen. എല്ലാവരും ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen and amen. 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 God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Hallelujah.